ശബരിമല യുവതീ പ്രവേശനത്തിൽ പാർട്ടി നിലപാടിൽ മാറ്റമില്ല എന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇന്നത്തെ പരിസ്ഥിതിയിൽ നിന്ന് ഉചിതമായ തീരുമാനമെടുക്കും. കഴിഞ്ഞ തവണ നൽകിയ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള നിലപാട് സ്വീകരിക്കുമെന്നും MV ഗോവിന്ദൻ മാധ്യമങ്ങളോട് പറഞ്ഞു. നാളെയാണ് സർക്കാർ സുപ്രീം കോടതിയിൽ ഇത് സംബന്ധിച്ചുള്ള നിലപാട് അറിയിക്കേണ്ടത്. ശബരിമല യുവതീ പ്രവേശനം സുപ്രീം കോടതിയിൽ സർക്കാർ നിലപാട് നാളെ അറിയിക്കണം. അപ്പോൾ പാർട്ടിയുടെ ഒരു നയം എന്താണ്? സർക്കാരിന്റെ നയപരമായി ഉദ്ദേശിക്കേണ്ടത് LDF-ഉം CPM ആണല്ലോ. അപ്പോൾ എന്താണ് ഇക്കാര്യത്തിൽ CPM? അതിന്റെ നിയമപരമായ കാര്യങ്ങൾ നോക്കിയിട്ട് വിവിധ കാര്യങ്ങളുണ്ടല്ലോ. നിയമപരമായിട്ട് ഭരണഘടനാപരമായ കാര്യമാണ് പരിശോധിക്കുന്നത്. അത് പരിശോധിച്ച് ആവശ്യമായ നിലയിൽ സംസ്ഥാന ഗവൺമെന്റ് അതിന് ഉചിതമായ മറുപടി നൽകണം എന്നാണ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചത്. അല്ലല്ല, ഞങ്ങൾ ഒരു മാറ്റവും ഉദ്ദേശിക്കുന്നില്ല. ഇന്നത്തെ പരിസ്ഥിതിയിൽ നിന്നുകൊണ്ട് നിയമപരമായ കാര്യങ്ങൾ കൂടി പരിശോധിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കണം. ഇന്നത്തെ പരിസ്ഥിതി തന്നെ പറയുന്നത് വിശദീകരിക്കേണ്ടത്. ഒരു നിലപാട് മാറ്റവും ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം എഫിഡവിറ്റിന്റെ ഭാഗമായിട്ട് കൊടുത്ത കാര്യം അതിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ടുള്ള ഭാഗങ്ങളാണ് ഇതിന്റെ ഭാഗമായിട്ട് കൂടി ചർച്ച ചെയ്യുമ്പോൾ പരിഗണിക്കുക. അത്രയേ ഉള്ളൂ. സുപ്രീം കോടതി ഇത് യഥാർത്ഥത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം. കേക്ക് പറയുന്നത് യുവതീ പ്രവേശന നടപടി വേണോ വേണ്ടയോ എന്നുള്ളതല്ല സുപ്രീം കോടതിയുടെ ചോദ്യം. 7 ചോദ്യങ്ങൾക്കാണ് മറുപടി നൽകേണ്ടത്. ആ 7 ചോദ്യങ്ങളിൽ ഈ പറയുന്ന രീതിയിൽ സ്ത്രീകളുടെ പ്രവേശനം വേണോ വേണ്ടയോ എന്നുള്ള ചോദ്യമില്ല. ങ്ങളുമായി MS വീണ ചേർന്നുണ്ട്. വീണ, വീണ്ടും തുടർച്ചയായി CPM-ന്റെ ഇരട്ടത്താപ്പ് തന്നെയല്ലേ വെളിവാകുന്നത്? യുവതീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ഇരട്ടത്താപ്പ് നയം തന്നെയാണ്, ഒരു ഉരുണ്ട് കളിച്ചുള്ള ഒരു മറുപടി തന്നെയാണ് MV ഗോവിന്ദന്റെ വാക്കുകളിൽ പ്രകടമായിരുന്നത്. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ CPM നിലപാടിൽ മാറ്റം വരുത്തില്ല എന്ന് MV ഗോവിന്ദൻ പറയുമ്പോൾ പോലും ഉചിതമായ നിലപാട് സർക്കാർ സുപ്രീം കോടതിയിൽ അറിയിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. നിയമപരമായ കാര്യങ്ങൾ നോക്കി ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. ഇന്നത്തെ പാരിസ്ഥിതിക സാഹചര്യങ്ങൾ കൂടി മനസ്സിലാക്കിയതിനു ശേഷം അത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് കടക്കുമെന്ന് MV ഗോവിന്ദൻ പറയുമ്പോൾ നേരത്തെ വന്ന വാർത്തകൾ, അതായത് സർക്കാർ സ്വീകരിക്കാൻ പോകുന്ന ആചാരം സംരക്ഷിക്കണമെന്നൊരു നിലപാട് സർക്കാർ സുപ്രീം കോടതിയെ അറിയിക്കാൻ പോകുന്നു എന്നുള്ള വാർത്തകൾ മണിക്കൂറുകൾക്ക് മുൻപ് വന്നിരുന്നു. ആ ഒരു തീരുമാനത്തിലേക്ക് പാർട്ടി കടക്കുന്നു എന്നുള്ളൊരു സൂചനകൾ തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. എന്നാൽ അത് തുറന്നു പറയുവാൻ MV ഗോവിന്ദൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ചില കാര്യങ്ങൾ കൂടി അദ്ദേഹം പറയുന്നുണ്ട്. ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതാണ്, അക്കാര്യങ്ങൾക്ക് എപ്പോഴും CPM മുൻഗണന നൽകിയിരുന്നു എന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ പോലും നമുക്കറിയാം, ഈ 2018 ഈ ശബരിമലയിലെ യുവതീ പ്രവേശന വിഷയത്തിൽ യുവതികളെ പ്രവേശിപ്പിക്കുവാനും ആചാര ലംഘനത്തിനുമൊക്കെ മുന്നിട്ട് നിന്നത് സർക്കാർ തന്നെയാണ്, ഇടതുപക്ഷ സർക്കാർ തന്നെയാണ്. ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം നിലപാടുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായ തിരിച്ചടി അത് വീണ്ടും ആവർത്തിക്കുമെന്നുള്ള ആശങ്ക തന്നെയാണ്. കാരണം ശബരിമലയിലെ യുവതീ പ്രവേശന വിഷയമല്ല, ശബരിമലയിലെ സ്വർണ്ണ കവർച്ച വിഷയമാണ് സർക്കാരിന് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായതെങ്കിൽ യുവതീ പ്രവേശന വിഷയത്തിൽ നിലപാട് തിരുത്തിയില്ലെങ്കിൽ ദയനീയമായ പരാജയം തുടരുമെന്നുള്ള ഒരു തിരിച്ചറിവ്, ഒരു ബോധ്യം സർക്കാരിനുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് നിലപാട് മാറ്റുവാൻ സർക്കാർ തയ്യാറാകുന്നത്. എന്നാൽ കൃത്യമായൊരു നിലപാട് വ്യക്തമാക്കാൻ CPM സംസ്ഥാന സെക്രട്ടറി തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. പണ്ഡിതന്മാരുമായി ചർച്ച നടത്തും. ആ ചർച്ച നടത്തിയതിനു ശേഷമായിരിക്കും ഒരു തീരുമാനം എടുക്കുക എന്നുള്ളതാണ് പറയുന്നത്. ആ തീരുമാനം ഒരു പക്ഷേ ഇന്നിപ്പോൾ വന്ന വാർത്തകൾ, അതായത് ആചാരം സംരക്ഷിക്കുന്ന തരത്തിലേക്ക് സർക്കാർ നിലപാട് മാറ്റുമ്പോൾ അത് പാർട്ടിയുമായ നിലപാടിലേക്ക് മാറിക്കഴിഞ്ഞാൽ അത്ഭുതപ്പെടാനില്ല. കാരണം പല സാഹചര്യങ്ങളിലും വോട്ട് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള, വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പല തീരുമാനങ്ങൾ തിരുത്തിയിട്ടുള്ള പാർട്ടിയാണ് ഇടതുപക്ഷം. അത്തരത്തിൽ ഒരു തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ സർക്കാർ ഇത്തരത്തിൽ ഒരു ചുവടുമാറ്റം നടത്തുകയാണെങ്കിൽ അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല. വിഷ്ണു, വീണ സൂചിപ്പിച്ചതുപോലെ സർക്കാരിന്റെ നയംമാറ്റത്തിൽ തന്നെ ആദ്യഘട്ടത്തിൽ ഈ പറഞ്ഞതുപോലെ ഹൈന്ദവ സംഘടനകളൊക്കെ തന്നെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. അതിലേറെ പ്രധാനപ്പെട്ട വിമർശനം ഈ പറയുന്നത് പോലെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ ഗിമ്മിക്ക് എന്നുള്ളൊരു കാര്യം തന്നെയാണ്. ഒരുപക്ഷെ ഇനി എന്ത് നിലപാടായിരിക്കും ഈ കോടതിയിൽ സ്വീകരിക്കുക എന്നുള്ളൊരു ചോദ്യം ബാക്കിയാവുകയാണ്. ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറിയുടെ ഈ ഒരു പ്രതികരണം ഇത്തരത്തിലാണെങ്കിൽ ഇനിയുള്ള മറ്റ് നിലപാട് സർക്കാരിൻ്റെ ഏത് രീതിയിലാകുമെന്നുള്ളൊരു ചോദ്യം ബാക്കിയുണ്ട്. എന്ത് തന്നെയായാലും സർക്കാരിൻ്റെ ഇരട്ടത്താപ്പ് തന്നെയല്ലേ ശരിക്കും ഇനിയും നമുക്ക് കാണേണ്ടി വരിക?
തീർച്ചയായും വിഷ്ണു, ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ സർക്കാർ പലപ്പോഴും ഇതിന് മുൻപ് തന്നെ CPM സംസ്ഥാന സെക്രട്ടറിയോട് ഇക്കാര്യങ്ങൾ മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച് ചോദിച്ച ചോദ്യമാണ്. മാസങ്ങൾക്ക് മുൻപ് തന്നെ ആ ചോദ്യങ്ങൾക്ക് അന്ന് സർക്കാർ നിലപാടിൽ മാറ്റം വരുത്തില്ല. അന്നെടുത്ത തീരുമാനം സുപ്രീം കോടതി വിധിയുമായി ബന്ധപ്പെട്ട് സർക്കാർ എടുത്ത ആ ഒരു തീരുമാനം തന്നെയായിരിക്കും ഉണ്ടാകുക എന്നാണ് MV ഗോവിന്ദൻ അന്ന് പറഞ്ഞത്. എന്നാൽ മാസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ നിലപാടിൽ മാറ്റം വരുത്തിയിരിക്കുന്നത്. ദിവസങ്ങൾക്ക് മുമ്പാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ഇക്കാര്യത്തിൽ നിലപാട് തിരുത്തിയത്. ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് സർക്കാരിനും ഇപ്പോൾ മാറി ചിന്തിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. പക്ഷെ അത് തുറന്നു പറയുവാനുള്ള ഒരു ആർജവം CPM സംസ്ഥാന സെക്രട്ടറി കാണിക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പ്രകടമാകുന്ന അത് തന്നെയാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യം വലിയ തരത്തിൽ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. കാരണം മൂന്നാമതും ഇടതുപക്ഷം ഭരണത്തിലേറുമെന്നുള്ള ഒരു ആത്മവിശ്വാസമൊക്കെ ഈ ഒരു വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ഉടനീളം പ്രകടിപ്പിക്കുകയും ചെയ്തു. എങ്കിൽ പോലും ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഒരു മറുപടി പറയാൻ അദ്ദേഹം തയ്യാറായില്ല. നിലപാടിൽ മാറ്റം വരുത്താം, അത് കൂടി ആലോചിച്ചതിന് ശേഷം പണ്ഡിതന്മാരുമായി ചർച്ച നടത്തിയതിനു ശേഷം ഉചിതമായ ഒരു തീരുമാനം സർക്കാർ അറിയിക്കുമെന്നാണ് പറയുന്നത്. പക്ഷെ അതിൽ നിലപാട് തുടരുമോ എന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ടൊരു വ്യക്തമായിട്ടുള്ള ഒരു മറുപടി പറയാൻ MV ഗോവിന്ദൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഹൈന്ദവ സമൂഹത്തെയും വിശ്വാസി സമൂഹത്തെയും ഒപ്പം ചേർക്കുവാനുള്ള സർക്കാരിന്റെ ഇരട്ടത്താപ്പും പാർട്ടിയുടെ ഇരട്ടത്താപ്പും തന്നെയാണ് സംസ്ഥാന സെക്രട്ടറിയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. വിഷ്ണു, ശരി, MS വീണയാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.